നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് മാച്ച് ദ ഫോളോയിങ് ആണ്. ശരിക്കും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് മാച്ച് ചെയ്താണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഡയറക്റ്റ് അങ്ങ് പഠിച്ച് പോയാൽ മതി. ഇനി ആർക്കെങ്കിലും ഈ ചാനൽ ഉപകാരപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം. ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിന് ക്ലാസ് വേണമെന്നെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം ചെയ്തു തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് കറക്റ്റ്ലി മാച്ച് ചെയ്ത് വെച്ചേക്കാണ്. മോണിറ്ററിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു എക്കണോമിസ്റ്റാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ. സപ്ലൈ സൈഡ് എക്കണോമിസ്റ്റ് ബ്രൂസ് പാർലറ്റ്. ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് റോബർട്ട് ലൂക്കസ്. റാഷണൽ എക്സ്പെക്റ്റേഷൻ ജോൺ മുത്ത്. അബ്സല്യൂട്ട് ഇൻകം തിയറി ഓഫ് കൺസപ്ഷൻ ജെയിംസ് കെയ്ൻസ്. റിലേറ്റീവ് ഇൻകം തിയറി ഓഫ് കൺസപ്ഷൻ ജെ.എസ്. ഡ്യൂസൻബറി. ലൈഫ് സൈക്കിൾ തിയറി ഓഫ് കൺസപ്ഷൻ ആൻഡ് മോഡി ഗിലാനി. ദെൻ പെർമനൻറ്റ് ഇൻകം തിയറി ഓഫ് കൺസപ്ഷൻ ഫ്രീഡ്മാൻ. നെക്സ്റ്റ് കുറേ റിപ്പോർട്ടുകളും അതാരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നത്. അതിൽ ഫസ്റ്റ് വൺ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് IBRD. IBRD സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേൾഡ് ബാങ്ക്. നെക്സ്റ്റ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓർ പബ്ലിഷ്ഡ് ബൈ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ദെൻ Global Hunger Index Report IFPRI, and World Investment Report, that is UNCTAD. What stands for UNCTAD? United Nations Conference on ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് കുറേ എഫക്റ്റുകൾ തന്നിട്ട് ഇതാരാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ്. ബാക്ക് വാഷ് എഫക്റ്റ് ഗണ്ണർ മെൻഡ്രാൽ. വെൽത്ത് എഫക്റ്റ് ആർത്തർ പിഗു. മൾട്ടിപ്ലയർ എഫക്റ്റ് ജെയിംസ് കെയ്ൻസ്. ഇൻകം എഫക്റ്റ് ജോൺ ഹിഗ്സ്. ഇനി കുറച്ച് കർവുകളാണ്. അത് ആരൊക്കെയാണ് അല്ലെങ്കിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ്. ഓഫർ കർവ് നമുക്കറിയാം. ഓഫർ കർവ് ഈ സംടൈംസ് നോൺ ആസ് റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ്. സോ ഓഫർ കർവ് റെസിപ്രോക്കൽ ഡിമാൻഡിനെ കാണിക്കുന്നു. ലാഫർ കർവ് പബ്ലിക് റവന്യൂ ആയിട്ടുള്ള റിലേഷനാണ് പറയുന്നത്. ലോറൻസ് കർവ് ഇനീക്വാളിറ്റീസിനെ കാണിക്കുന്നു. ഇൻകം ഇനീക്വാളിറ്റി അല്ലെങ്കിൽ വെൽത്ത് ഇനീക്വാളിറ്റി. ലാഫർ കർവ് ശരിക്കും ബേസിക്കലി ആർത്തർ ലാഫറാണ് ഇത് കൊണ്ടുവന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം ഇൻകം ടാക്സ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻകം റവന്യൂ ഗവൺമെൻറ്റിന് കൂടുക അല്ലെങ്കിൽ ടാക്സ് റവന്യൂ കൂടും. പക്ഷേ അത് ബിയോണ്ട് ഒരു ലെവലായി കഴിയുമ്പോഴത്തേക്കും ടാക്സ് ആൾക്കാർ കൊടുക്കുന്ന കുറയും. ഇനി 100% ഒരാൾ പണിയെടുക്കുന്ന മുഴുവൻ ടാക്സ് ആയിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ആരും ടാക്സ് അടയ്ക്കുകയില്ല. അപ്പം രണ്ട് എക്സ്ട്രീം പോയിന്റിലും 0% ടാക്സ് ആയിരിക്കുമ്പോഴും അതുപോലെ തന്നെ 100% ടാക്സ് ആയിരിക്കുമ്പോഴും ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ ലോറൻസ് കർവ് ഇനീക്വാളിറ്റീനെ ഡിനോട്ട് ചെയ്യുന്നു. കിൻഡ് കർവ് എന്ന് പറയുന്നത് ഒളിഗോപോളിക്കകത്ത് ഡ്യുവോപോളിക്കകത്ത് വരുന്നതാണ്. സ്റ്റിക്കി പ്രൈസിനെയാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് കുറച്ച് തിയറീസാണ്, ഡെവലപ്മെൻറ്റിലെ തിയറീസാണ്. റോസൻസ്റ്റീൻ റൊഡാൻ്റെയാണ് ബിഗ് പുഷ് തിയറി. ലൈവൻസ്റ്റീൻ്റെ ക്രിട്ടിക്കൽ മിനിമം എഫോർട്ട് തീസസ്. നർക്സിൻ്റേത് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. പിന്നെ റോസ്റ്റോയുടെ ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറയുന്നത് 5 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതിലൊരു സ്റ്റേജാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് പറയണം. എങ്കിലേ എനിക്ക് കൂടുതൽ ഏത് ടോപ്പിക്കാണ് ഇങ്ങനത്തേതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ടോപ്പിക്സ് ഇടാൻ സാധിക്കത്തുള്ളൂ.